പബ്ലിക്കായിട്ട് കാമം എങ്ങനെയും കരിഞ്ഞു തീർക്കാം എന്നുള്ള ഒരു കാര്യം കാൽക്കളി കണ്ടപ്പോഴാണ് ഗൈസ് മനസ്സിലായത്. വേറൊന്നുമല്ല, ഭക്തവത്സലയുടെ കാൽക്കളി കണ്ട് ഞാൻ തന്നെ കോരിത്തരിച്ചു. അടക്കാൻ പറ്റുന്നില്ല കാമം. പബ്ലിക്കായിട്ട് ബസ്സിൽ കാമം കാണിച്ചുകൊണ്ട് ഇതും ഒരു തരം സുഖ. പബ്ലിക് ബസ്സിലൊക്കെ ഇത്തരത്തിലുള്ള കളി കളിക്കുന്നത് ചില പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഒരു ഹരാണ്. എന്താല്ലേ ഓടുന്ന ബസ്സിലെ കാൽക്കളി വികാരം മൂത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചില പെണ്ണുങ്ങൾക്ക് ഇതുപോലുള്ള പബ്ലിക് പ്ലേസിൽ ഇത്തരം കുൽസിതങ്ങൾ കാണിക്കും. അപ്പൊ ഇത്തരം വൃത്തികെട്ട രീതിയിൽ അന്യ ആണുങ്ങളുടെ ഒപ്പം പരസ്യമായിട്ട് കാൽക്കളി വരെ കളിക്കുന്ന ചേച്ചി, നിങ്ങൾക്കൊരു കാര്യം അറിയോ ഗൈസ്? ഇത്തരത്തിൽ അന്യപുരുഷന്മാരെ മുട്ടുന്നതും ഉരുമുന്നതും അവർ നമ്മുടെ കയ്യിൽ പിടിക്കുന്നതും കാലിൽ ചരട് കെട്ടുന്നതും അരയിൽ അരഞ്ഞാണം കെട്ടുന്നതൊക്കെ ഭയങ്കരമായിട്ട് ചില സ്ത്രീകൾക്ക് അതൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അതൊരു ഹരമാണ്. അവരതിൽ നിന്നൊരു സുഖം അനുഭവിക്കുന്നുണ്ട്. ഒരു നോട്ടത്തിൽ പോലും അവർ സുഖം അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. പുരുഷന്മാരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു സ്പർശനം, ഒരു തലോടൽ, അതിലൊക്കെ വികാരം വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. സ്ത്രീകളിൽ നിന്ന് ഒരുപാട് വിപരീതമാണ് പുരുഷന്മാരുടെ ആ വികാരങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ സെക്സ് ആസ്വദിക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ നമ്മുടെ ഭക്തവത്സലയും ഉണ്ട് എന്നൊരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. എന്നിട്ട് ഇനി നിങ്ങൾ തീരുമാനിക്കൂ. ആണുങ്ങളുടെ അരക്കെട്ടിന് പിടിച്ചും ആണുങ്ങളെ മുട്ടിയുരുമിയും എന്തിന് സഹോദരന്മാരെ പോലും മുട്ടിയുരുമി നടക്കുന്ന ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് വികാരം കൂടുതലായിരിക്കും ഗൈസ്. അവർക്കടെ വികാരം അടക്കാൻ പറ്റാണ്ടാണ് അവർ ഇത്തരത്തിൽ ഒരു സ്പർശനം അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ട് വരെ ഒരു സ്ത്രീനെ കാമപുളകിതയാക്കാൻ പറ്റും. അതുകൊണ്ടല്ലേ ബസ്സിൽ പബ്ലിക്കായിട്ടിരുന്നിട്ട് തഴുകലാണോ നടത്തിയത്? ഞെക്കി പിഴിയുമല്ലായിരുന്നോ? ഈ ജാതി ബസ്സിൽ കാമകേളി നടത്തിയ ഭക്തവത്സല ഈ ബസ്സിൻ്റെയൊക്കെ ഓണറെ സമ്മതിക്കണം. ഇവനൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പ്രൈവറ്റ് ബസ്സുകൾ കൊടുക്കുന്നത്? ഇത്തരത്തിലുള്ള ഡ്രൈവർമാരെയൊക്കെ പണിക്ക് വെക്കുന്ന വെഹിക്കിളിൻ്റെ ഓണർമാരെയാണ് നമ്മൾ നമിക്കേണ്ടത്. അപ്പൊ ബസ് ഉടമസ്ഥനോട് എനിക്ക് പറയാനുള്ളത്, അണ്ണാ ഈ ജാതി ഡ്രൈവർമാർ ഇനിയുണ്ടോ അണ്ണൻ്റെ കയ്യിൽ? നമിച്ചൂട്ടോ, അണ്ണൻ്റെ കാര്യം സ്വാഹ.